എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിലെ സോങ് സിറ്റുവേഷൻസ് ആണ്. വളരെ സാധാരണക്കാരുടെ പോലെയാണ് 2 സോങ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ പല ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാം. ഞാൻ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സിനിമ ഡിമാൻഡ് ചെയ്യുന്ന പോലെ ഷൂട്ട് ചെയ്യാൻ പാടുള്ളൂ. ജിത്തു അത് ഏറ്റവും മനോഹരമായിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഒരു ആവശ്യമില്ലാത്തൊരു ഷോട്ടോ അല്ലെങ്കിൽ ഒരു ട്രാക്ക് ഷോട്ടോ ക്രെയിൻ ഷോട്ടോ ഒരു സൂം എന്നൊക്കെ പറയുന്നത് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കേണ്ട ചില കാര്യങ്ങളാണ്. അതിനെ അത്രയും കറക്റ്റായിട്ടൊരു ഹോംവർക്ക് ചെയ്തിട്ട് ആണ് ജിത്തു ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ ഒരു ആ സീൻ അങ്ങനെ കൺസീവ് ചെയ്തിട്ടാണോ ചെയ്തിരിക്കുന്നത്? തീർച്ചയായിട്ടും. കാരണം ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ 2-3 പടങ്ങളിലായിട്ട് ഞാനിപ്പോഴും ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട്, ഈ മൾട്ടി ക്യാം യൂസ് ചെയ്യുന്നത്. കാരണം പലപ്പോഴും ഈ ഒരു ഇമോഷണൽ കണ്ടിന്യൂറ്റി നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. ഞാനത് 2-3 ക്യാമറകൾ വെച്ച് അത് ലാലേട്ടൻ എങ്ങനെ തോന്നി? അത് തീർച്ചയായിട്ടും ആസ് ആൻ ആക്ടർ നമുക്ക് ഏറ്റവും നല്ലതാണ്. അല്ലെങ്കിൽ അത്രയും ട്രെയിൻഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആയിരിക്കണം. ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ 10-15 മിനിറ്റ് കഴിഞ്ഞായിരിക്കും അടുത്ത ഷോട്ട് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇമോഷൻ കൊണ്ടുവരിക എന്ന് പറയുന്നത് ചിലപ്പോൾ സാധിക്കില്ല. ഒരു നമ്മുടെ സിനിമയ്ക്ക് കണ്ടിന്യൂറ്റി ഓഫ് ആക്ടിങ് എന്നൊരു സാധനം വേണമല്ലോ, ഇല്ലേ? ഇപ്പോൾ ഒരു സീനായാലും ടോട്ടൽ സിനിമയായാലും നമ്മൾ ആദ്യം 90ാമത്തെ സീനായിരിക്കും എടുക്കുന്നത്, പിന്നെ ആയിരിക്കും 3ാമത്തെ സീൻ. സോ 3ാമത്തെ സീനിൽ നിന്ന് 90ാമത്തെ സീനിലേക്ക് എങ്ങനെ പോകുന്നു എന്നുള്ളത് ആക്ടറുടെ ഒരു മിടുക്കും കൂടാണ്. അത് ആക്ടറുടെ മിടുക്കാണ്, ഡയറക്ടറുടെ മിടുക്കാണ്. ഇത് രണ്ടിനും കൂടെ ഒന്ന് സിങ്ക് ആകുമ്പോഴാണ് ഏറ്റവും നന്നായിട്ട് മാറുന്നത്. അപ്പോൾ ഈ ഒരു 2-3 ക്യാമറകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് കണ്ടിന്യൂറ്റി ഓഫ് ആക്ഷൻ എന്ന് പറയുന്ന സാധനം ശരിക്കും നമ്മളൊരു ഡ്രാമ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എഡിറ്റിങ്ങിൽ ഇരുന്ന് കഴിഞ്ഞപ്പം ഞാൻ ഒരു സേഫ് സൈഡിൽ കുറേ ക്ലോസപ്പ് ഷോട്ട്സ് ഒക്കെ നമ്മൾ എടുത്തു വെച്ചിരുന്നു. പക്ഷെ പലയിടത്തും വന്നപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെയൊക്കെ മനസ്സിൽ പഴയ പ്രിയൻ സാറും സത്യേട്ടൻ്റെയൊക്കെ പല പടങ്ങളിലും ചില ലൂസായിട്ട് ഫ്രെയിം വെച്ചിട്ട് ആർട്ടിസ്റ്റിനെ അങ്ങോട്ട്, അതായത് ക്യാമറ ഷുഡ് ഫോളോ ദ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അവരെ അങ്ങ് മേയാൻ വിടുക എന്ന് പറഞ്ഞാൽ അപ്പം. പക്ഷെ ചിലപ്പം തോന്നും ഇപ്പോൾ പല സിനിമകൾ കാണുമ്പോൾ നമ്പർ ഓഫ് ഷോട്ട്സ് ഒക്കെ കൂടുന്നു. പക്ഷെ ഇങ്ങനെയൊരു സിനിമയിൽ ലാലേട്ടൻ അന്ന് ഡബ് ചെയ്യാൻ വന്നിരുന്നപ്പോൾ ഇങ്ങനെ ത്രൂ ഔട്ട് കാണുമ്പോഴും ഞാനിങ്ങനെ ടെൻസ്ഡ് ആയിരുന്നു. പക്ഷെ അത് ആ സിറ്റുവേഷന് ഗുണകരമായിട്ടല്ലേ തീർച്ചയായിട്ടും അല്ലേ? ആ ഫാമിലി സീക്വൻസ് എല്ലാവരും എന്ത് ചെയ്യുന്നു, അതുകൊണ്ടാണ് ഞാൻ എല്ലാവരുടെയും പിന്നെ ഇമോഷൻസ് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റും. ഇത് ഒരുപക്ഷെ പിന്നെ ഒരിക്കലും ഒരു ക്ലോസ് എടുക്കുമ്പോൾ ഇത് റിയാക്ഷൻ കിട്ടത്തില്ല. മാത്രമല്ല ഒരു ചെറിയ കട്ട് വരുമ്പോൾ എനിക്ക് തോന്നുന്നു, ഞാൻ സിനിമ ഒരു പ്രേക്ഷകനായിട്ട് തോന്നുന്നുണ്ട്, ഒരു കട്ട് വരുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ അതിൽ നിന്ന് വിട്ടു ഒരു ഡിസ്കണക്റ്റഡ് ആകും. ഞാൻ അതാ പറഞ്ഞ ഇറ്റ്സ് എ വെൽ കോറിയോഗ്രാഫ്ഡ് സിനിമയാണ്. പിന്നെ ഈ സിനിമയുടെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കുന്നത്, ഇതിലെ കഥാപാത്രങ്ങൾക്കെല്ലാം ജസ്റ്റിസ് ഉണ്ട്. അവരൊന്നും നമുക്ക് ചില ആൾക്കാർക്ക് ദേഷ്യം തോന്നിയാലും അവരും സത്യസന്ധമായിട്ടാണ് ചെയ്യുന്നത്. അവരവരുടെ ജോലിയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും പിന്നെ അതിൻ്റെ കാസ്റ്റിങ്ങും അത്ര നന്നായിട്ട് തന്നെയാണ് ജിത്തു ചെയ്യുന്നത്. സഹദേവൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ കാര്യം അയാൾ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അയാൾ ചെയ്യുന്നത് കറക്റ്റ് തന്നെയാണ്. അതുപോലെ കുഞ്ചേട്ടൻ്റെ റോളൊക്കെ വളരെ നന്നായിട്ടുണ്ട്. പിന്നെ എസ്പെഷ്യലി എടുത്ത് പറയാവുന്ന ആശാ ശരത് ആൻഡ് മീന വഴി ശരിക്കും എനിക്ക് തോന്നുന്നു അവരുടെ ഒരുപാട് സിനിമകൾ ഇനിയും ചെയ്യട്ടെ. പക്ഷേ ഇതുവരെ ചെയ്ത സിനിമകളിലേക്ക് മറ്റ് സിനിമകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക്. തീർച്ചയായിട്ടും ആ കാസ്റ്റിങ്ങിനെ കുറിച്ച് എല്ലാവരും പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ആ കുട്ടികളെ പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആയിരുന്നു. അതുപോലെ സിദ്ദിഖേട്ടൻ്റെത് ആ ഒരു ഈവൻ നാരായണൻ നായർ പോലും ഏറ്റവും മനോഹരമായ ഐഡന്റിറ്റി ഉണ്ട്, അയാൾക്ക് പോലും ഒരു ഐഡന്റിറ്റി ഉണ്ട്. അങ്ങനെയാണ് ആ ക്യാരക്ടറൈസേഷൻ നമുക്ക് ചെയ്യുന്നത്. അത് മാത്രമല്ല ചായക്കടയിലെ അയാളുടെ സീനൊക്കെ വളരെ ലൈവ്ലി ആയിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സിനിമ കണ്ടോട്ടെ, ഇവൻ്റെ രാത്രി പണി എന്താണ്, ഫാഷൻ TV കാണുക എന്നൊക്കെ പറയുന്നത് ഒരു സാധാരണ ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരാൾക്ക് മറ്റൊരാളോട് പറയാവുന്ന ഏറ്റവും വലിയ ഒരു സീക്രട്ടാണ്. ആ സീക്രട്ട് പുള്ളി ഭയങ്കര എൻജോയ് ചെയ്താൽ പറയുന്നത്. അത് ഭയങ്കര രസമായിട്ടാണ് പുള്ളി ഇത് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപക്ഷെ ലാലേട്ടൻ്റെ 2-3 പടങ്ങളായി ഇപ്പോൾ തൊടുപുഴയിൽ ചെയ്യുന്നത് ആ ലൊക്കേഷൻ ശരിക്കും സത്യം പറഞ്ഞാൽ അത് സുജിത്തിനാണ് നമ്മൾ നന്ദി പറയേണ്ടത്. കാരണം അത്രയും നല്ല രീതിയിലേക്ക് അത് വരുമെന്ന് വിചാരിച്ചില്ല. കാരണം ഞാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ മുകളിൽ അത് വന്നിട്ടുണ്ട്. ഒരു ചെറിയൊരു ടോൺ, ഒരു കവല. വളരെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു ക്യാമറാമാനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം പുള്ളിക്കൊരു ബ്ലെസ്സിങ് ഉണ്ട്. പുള്ളി വെച്ച് ഇത് എപ്പോഴും നമ്മൾ എല്ലാ ക്യാമറാമാന്മാരും ഒരു ക്യാമറ വെച്ച് എക്സ്പോഷർ കട്ട് ചെയ്ത് എല്ലാവരും ഒരു മെഷീൻ. പക്ഷെ ചിലർക്ക് മാത്രം ദൈവം ഒരു പ്രത്യേക അനുഗ്രഹം കൊടുക്കും. അത്തരത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരാളായിട്ട് മാറട്ടെ അദ്ദേഹം. തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ ഞാൻ സുജിത്തിൻ്റെ ലൈറ്റിംഗ് പാറ്റേൺ ശ്രദ്ധിച്ചിട്ടുണ്ട്. പുള്ളി ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അത് ഓരോ മൂഡ് അനുസരിച്ച് എനിക്കത് മെമ്മറീസ് തൊട്ട് എനിക്ക് തോന്നിയിരുന്നതാണ്. പിന്നെ എല്ലാവർക്കും എല്ലാ ക്യാമറമാനും ഒരു ചലഞ്ചിങ് ആയിട്ടുള്ളതാണ് 2-3 ക്യാമറ വരുമ്പോൾ ഒരു പ്രോബ്ലം. അതൊരു ചലഞ്ചിങ് ആയിട്ട് എടുത്ത് അത് ചെയ്യാന്ന് പറഞ്ഞാൽ അതാണ് സുജിത്തിൻ്റെ ഒരു വലിയ ഇതായിട്ട് ഞാൻ കണ്ടത്. പിന്നെ ഇതിനകത്ത് വേറൊരു വലിയ ഇപ്പോൾ ആൾക്കാർ അതേപോലെ ഇത് പറഞ്ഞത് കണ്ട് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങിനെ കുറിച്ച്. ഇപ്പോൾ മെമ്മറീസ് ചെയ്ത ആൻഡി ജോൺസൺ തന്നെയാണ്. നമ്മൾ ഇതിനകത്ത് ലൈവൊക്കെ ചെയ്തിട്ടുണ്ട് കുറേ ഏരിയ.
പക്ഷേ ഒരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങിന് വേണ്ടി അവർ ഗ്രൂപ്പ് എല്ലാവരും വന്നിരുന്ന് കഴിഞ്ഞപ്പം ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചു ഇതിന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ വേണോ? കാരണം സെക്കൻഡ് ഹാഫ് കുറച്ച് ലെങ്ത് കൂടുതലുണ്ടെങ്കിൽ ഇപ്പോൾ അവർ പറയുന്നത് അറിയുന്നില്ല. അവർ അങ്ങനെ സൈലൻസ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. നമ്മളത് പലയിടത്തും അത് ഉപയോഗിച്ചിട്ടും പലയിടത്തും. മാത്രമല്ല ഞാനന്ന് ഡബ് ചെയ്ത് കഴിഞ്ഞ ശേഷം ജിത്തുവിൻ്റെ അടുത്ത് പറഞ്ഞു, കാര്യം ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് എന്ന് പറയുന്നതാണ് ഈ സിനിമയുടെ എല്ലാ സിനിമയും നമ്മളറിയാതെ നമ്മളെ ആ സീനിലേക്ക് കൊണ്ടുപോകാൻ എന്ന് പറയുന്നതാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ്. തീർച്ചയായിട്ടും അത് ചിലപ്പോൾ സൈലൻസിലൂടെ ആയിരിക്കാം, പക്ഷേ ഈ സിനിമയ്ക്ക് അത് വളരെ മനോഹരമായിട്ട് യൂസ് ചെയ്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം ഒത്തിരി ആൾക്കാർ പറഞ്ഞു സെക്കൻഡ് ഹാഫിലെ പല സിറ്റുവേഷൻസിലും അത് വളരെ സട്ടിലായിട്ട് കൊടുക്കേണ്ടടുത്ത് സട്ടിലായിട്ട്, ചിലയിടത്ത് എഫക്ട്സ് മാത്രമേ ഉള്ളൂ. പിന്നെ ഏറ്റവും ഈ സിനിമയ്ക്ക് ആപ്റ്റായിട്ടുള്ളൊരു പേരാണ് ദൃശ്യം. കാര്യം ഈ സിനിമയ്ക്ക് പെട്ടെന്ന് ദൃശ്യം എന്നൊരു സിനിമയ്ക്ക് പേരോ എന്നാണ് ചോദിക്കുക, പക്ഷേ നമ്മൾ ആ സിനിമയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് എന്തുകൊണ്ടാണ് ദൃശ്യം എന്ന് പറയുന്നത്. ആ ടൈറ്റിലും വളരെ മനോഹരമാണ്. ഈ സിനിമ പേര് അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പം ഒത്തിരി ആൾക്കാർ എന്നെ വിളിച്ച് ചോദിച്ചു എന്നോടൊപ്പം ചോദിച്ചു എന്തുകൊണ്ട് ഈ പേര് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അതെനിക്ക് സിനിമ കണ്ടാൽ മനസ്സിലാവും, പറയാൻ പറ്റത്തില്ല, അത് സിനിമ കാണണം എന്ന് പറഞ്ഞു. അപ്പം എന്തായാലും ആദ്യത്തെ സിനിമ, രണ്ടാമത്തെ സിനിമ, അങ്ങനെയല്ല മൂന്നാം സിനിമ എന്നൊന്നുമില്ല, എല്ലാം ആദ്യത്തെ സിനിമയാണ്. അപ്പം ഇനിയും കൂടുതൽ കൂടുതൽ മനോഹരമായ സിനിമകൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാര്യം തീർച്ചയായിട്ടും ഒരുപാട് നല്ല സിനിമകൾ കാണാനും അത് മലയാളത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ ഭാഗമായി മാറാൻ സാധിച്ചതിൽ ആദ്യം ജിത്തുവിന് നന്ദി പറയുന്നു, എന്നെ ജോർജ് കുട്ടിയായിട്ട് ഇതിൽ അഭിനയിപ്പിക്കാനായിട്ട് തോന്നിയതിന്.